വണ്ടി ഒന്നവിടെ ഇരിക്കുന്നുണ്ട്. ഈ സാധനം ഇങ്ങനെ നമ്മൾ നേരിട്ട് കാണുമ്പം ഒരു ലുക്കും, അതേപോലെ വീഡിയോയ്ക്കകത്ത് കാണുമ്പം ഒരു ലുക്കും വന്നു കേട്ടോ. ക്ലാരിറ്റി കിട്ടുന്നില്ലേ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. വണ്ടി കഴുകണമെന്ന് ഇതുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വരുന്ന വഴി മൊത്തം ചള്ളയായതുകൊണ്ട് ഭയങ്കര കുഴപ്പമാണ്. ഇതാണ് നമ്മുടെ പഴയ വണ്ടി. ഇതിനകത്ത് 1 ലിറ്റർ പെട്രോൾ കുപ്പിക്കകത്തെല്ലാം മേടിച്ചുകൊണ്ടെന്ന് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് റൗണ്ട് അടിച്ച് കയറ്റി വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് മഴയായി. ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയമെന്ന് പറയുമ്പോൾ ഒരു 3 മണി കഴിഞ്ഞ്. നല്ല മഴക്കോളുണ്ട് അല്ലേ? നമ്മൾ 2-3 ദിവസം കൊണ്ടൊരു വണ്ടി ഓടാൻ പോകുന്നുണ്ട്. അതേപോലെ പിന്നെന്ത് ഈ വെഡ്ഡിങ്ങിൻ്റെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് അവിടെ ആളും പേരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ആളും പേര് നിൽക്കുമ്പോൾ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതിനെന്താ നിങ്ങൾ പറയുകയല്ലേ. പിന്നെ നമ്മുടെ സുഹൃത്ത് ഒരു പറയുന്നു ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുക, അങ്ങോട്ട് ഇറങ്ങാനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഒരു ഗോപ്രോ വേണമായിരുന്നു. ഗോപ്രോയോ ഇൻസ്റ്റാ 360 ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. പിന്നെ കൂട്ടത്തിൽ ഒരാളൂടെ ഉണ്ടെങ്കിൽ സോളോ അടിച്ച് പോകുമ്പോൾ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എന്നാലും ഒരാളൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തരാനോ അല്ലെങ്കിൽ ഇതേപോലെ സെൽഫി വീഡിയോ പോലെ ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷേ ക്യാമറ ഉണ്ടായിട്ട് ഹെൽമെറ്റിൽ വെച്ച് കഴിഞ്ഞാൽ MVD പിടിച്ചാൽ ഇതേപോലെ ഫൈനാണ്. കേരളത്തിൽ പിന്നെ എല്ലാം നിയമങ്ങളും ഇങ്ങനെ ഭയങ്കര ഇതാണ്. ഗോപ്രോ പോലും വെക്കാൻ ഒക്കത്തില്ല. എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും അന്നുണ്ടാക്കിയ പുസ്തകം തന്നെ ഇപ്പോഴും ഓടിക്കുന്ന പോലെ ഇവർ സ്വന്തമായിട്ട് ചിന്തിച്ച് അല്ലെ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തുമൊന്നുമില്ല. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് 1, 2, 3 ഇങ്ങനെ കണ്ടുപിടിച്ച് അത് ഇന്നും അത് പോകുന്നു. അതേപോലെ മലയാളം ലാംഗ്വേജ് ആയിക്കോട്ടെ, പല ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ലാംഗ്വേജ് കണ്ടുപിടിക്കുക, അതേപോലെ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുക. പണ്ടേതോ കുറേ ആൾക്കാർ ഇതാക്കി വെച്ചേക്കുന്നത് അത് മാത്രം പഠിക്കുക, അത് മാത്രം ഇതാക്കി ഇങ്ങനെ പോകാതെ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. അതാണ് സംഭവം. പിന്നെ ഇതൊക്കെ സംഭവം വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ. ഇപ്പം അനിയൻ പ്രഷർ വാഷർ കൊണ്ടുവന്നായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്യായിരുന്നു.